ഒരു അപകടം വരുമ്പം അങ്ങ് ഒഴിവാക്കുക എന്ന് പറയാൻ നമ്മൾ ചിലപ്പോൾ ഇനി ബസ്സൊക്കെ ബാൻ ചെയ്യേണ്ടി വരും, കാറുകൾ ബാൻ ചെയ്യണം, റോഡുകൾ ബാൻ ചെയ്യേണ്ടി വരും അല്ലേ? പക്ഷെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് അവകാശമായി മാറും. ഞാൻ വലിയ കടുംപിടുത്തക്കാരനാണ് ഇങ്ങനെയുള്ള സാംസ്കാരികമായ പ്രവർത്തനങ്ങൾക്കൊന്നും അറുതി വരുത്തരുത് എന്ന് പറയുന്ന ആള് തന്നെയാണ്. പക്ഷെ വിരുദനഗറിൽ അങ്ങനെ 27 പേർ മരിച്ച ഒരു സംഭവം ഉണ്ടായെങ്കിൽ എനിക്ക് ഈ സമ്പ്രദായത്തോട് അകൽച്ച വന്നു പോകുന്നു. ആർക്കും കുറ്റം പറയാനൊക്കത്തില്ല എന്ന് വെച്ച് ഞാൻ സംസ്കാരത്തെ എതിർക്കുന്ന ആളുമല്ല. പക്ഷെ നമുക്കൊരു ബോധ്യം വേണം, നമ്മൾ സമൂഹത്തിൽ എന്തൊക്കെ വെച്ച് പൊറുപ്പിക്കാം, ഇതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല നിശ്ചയം വേണം. അതുകൊണ്ട് ദ്രോഹത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു ശ്രമവുമായിട്ട് ആരും മുന്നോട്ട് പോകരുത് എന്ന് തന്നെയാണ് എൻ്റെ. പക്ഷെ ചെറിയ തോതിലൊക്കെ നടത്തുന്നതിന് ഇപ്പൊ പട്ടാഴി അമ്പലത്തിൽ കൃത്യമായി എല്ലാ മാസവും മലയാള മാസവും 1-ാം തീയതി അവിടെ വെടിക്കെട്ട് നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട് അല്ലെ പട്ടാഴി അമ്പലത്തിൽ. അങ്ങനെ ഒരു ബൃഹത്തായ സമൂഹം ഇതിനെ എതിർക്കുകയല്ല, ഇതിൻ്റെ വേദന, ആ വേദനയിൽ നിന്ന് അവർക്ക് കരുതലുണ്ടാവുന്നു, അവരുടെ അഭിപ്രായ പ്രകടനം ഉണ്ടാവും, നമ്മളത് മാനിക്കേണ്ടതാണ്. ഏതായാലും ഒരിക്കൽ കൂടി എന്നെ ഉദ്ഘാടകനായി ക്ഷണിച്ചതിലുള്ള അതിയായ സന്തോഷം അറിയിക്കുന്നു, നാട്ടുകാരോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട പെൺമക്കൾക്കെല്ലാം സന്തോഷത്തിന് വക നൽകുന്ന ഒരു മുഹൂർത്തമായിരിക്കണേ. ഒരു ദിവസം പോലും മംഗളകർമ്മങ്ങൾ ഒഴിയാതെ 366-ാം ദിവസത്തിലേക്ക് ഇവിടെ കർമ്മങ്ങൾ നടത്തി തുടരുന്ന ഒരു അനുഗ്രഹം ദുര്യോധന സ്വാമി കൽപ്പിച്ചനുഗ്രഹിച്ച് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹം, നന്ദി, നമസ്കാരം. ദുര്യോധന കൺവെൻഷൻ സെന്റർ ഇന്ന്